കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ പുതിയതായി ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ കോടതി പ്രവർത്തനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി സീനിയർ ജഡ്ജ് എ. മുഹമ്മദ് മുഷ്താഖ് കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മൂവാറ്റുപുഴയിൽ പുതിയതായി ലാൻഡ് അക്വിസിഷൻ കോടതി പ്രവർത്തനം ആരംഭിച്ചു. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകൾ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കോടതിയാണ് മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഹൈക്കോടതി സീനിയർ ജഡ്ജ് ജസ്റ്റിസ് കെ. മുഹമ്മദ് മുഷ്താഖ് കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പലർക്കും മനസ്സിലായില്ല എന്തിനാണ് ഈ ഫയലിംഗ്. എല്ലാവർക്കും തോന്നിയൊരു വലിയ സ്റ്റൈലാണ് ഡെസ്ക്ടോപ്പ് മറ്റേത്. ഒരു ആദ്യത്തെ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പം ഞങ്ങളുടേതായ സോഫ്റ്റ്വെയർ തന്നെ ഇപ്പം കോളേജിൽ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലായിടത്തും തുടങ്ങുമ്പോൾ ഈ പ്രക്രിയ മുഴുവൻ മാറും. ഈ പ്രക്രിയ മുഴുവൻ മാറുമ്പോൾ ബാക്ക് എൻഡ് ഓഫീസിലെ ആളുകൾ നോക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് വെച്ചിട്ട് തന്നെ നമുക്ക് പുതിയ കേരളത്തിൽ 2500 ആമീനും പ്രോസസ്സറും 636 പേര് മാത്രമേ കഴിഞ്ഞ വർഷം ഈ പ്രോസസ്സറിൽ അയച്ചുള്ളൂ. ആമീൻ പ്രോസസ്സർ. ബാക്കിയുള്ളവരൊക്കെ ജില്ലാ ജഡ്ജി പല ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്താവശ്യങ്ങൾക്ക് അറിയില്ല, പല ആവശ്യം. അങ്ങനെ ഞാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ട് ഇരിക്കുമ്പോൾ തീരുമാനം എടുത്തു. ഇതിൽ കുറേ വെട്ടിക്കുറച്ചാൽ നമുക്ക് ഡിജിറ്റൽ കോർട്ട് സ്ഥാപിക്കാൻ സാധിക്കും. അങ്ങനെ ഗവൺമെന്റ് അത്തരത്തിലൊരു 14 ഡിസ്ട്രിക്ട് കോർട്ടുകൾ അംഗീകരിച്ചു. കോടതി സമുച്ചയത്തിലെ 1-ാം നിലയിലാണ് ലാൻഡ് അക്വിസിഷൻ കോടതി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ടോമി വർഗീസിനാണ് പുതിയ ലാൻഡ് അക്വിസിഷൻ കോടതിയുടെ ചുമതല. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ 9ാമത്തെ കോടതിയാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുതിയ കോടതി വരുന്നതോടെ മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൂടുതൽ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ. കോതമംഗലം, മൂവാറ്റുപുഴ താലൂക്കുകളിലെ ഇത്തരം കേസുകൾ ഇതിനു മുൻപ് എറണാകുളത്താണ് നടന്നിരുന്നത്. പുതിയ ഒരു അഡീഷണൽ ജില്ലാ കോടതി കൂടി വരുന്നതോടെ കോടതി കോർട്ട് സെന്ററിന്റെ വികസനം പൂർണ്ണമാകുകയും ചെയ്യും. ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴത്തെ കോടതി സമുച്ചയത്തിലുണ്ട്. പുതിയ കോടതിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വിജു ചക്കാലക്കൽ പറഞ്ഞു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഹണി എം. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വിജു ചക്കാലക്കൽ, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എൻ. രമേശ്, അഡ്വക്കേറ്റ് ജോഷി ജോസഫ്, അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ, പബ്ലിക് പ്രോസിക്യൂട്ടർ ജ്യോതികുമാർ, അസോസിയേഷൻ സെക്രട്ടറി ടോണി മേമന തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.